സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CV നിർമ്മലയുടെ സമയതീരം തുടരുന്നു. അധ്യായം 16. ചിറ്റയ്ക്ക് ബുദ്ധിയുണ്ടല്ലോ, ആലോചിച്ച് നോക്ക്. ഓർക്കാപ്പുറത്ത് ഒരു ചടങ്ങ് സംഘടിപ്പിക്കുക, 39ാം പിറന്നാൾ. അതിനെന്താ പ്രത്യേകത? നാട്ടുകാരെ മുഴുവൻ ക്ഷണിച്ചു വരുത്തുക. അതിനതൊക്കെ കാരണം എന്തെങ്കിലും ഉണ്ടോ? കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെക്കുറിച്ചോ അവളുടെ വീട്ടുകാരെക്കുറിച്ചോ വിനയനും ചിറ്റയ്ക്കും യാതൊരുവിധ സൂചനയും തരാതിരിക്കുക. പെണ്ണിൻ്റെ അമ്മ സ്വന്തം മകളോട് ആ വിഷയത്തെക്കുറിച്ച് യാതൊരു മുന്നറിയിപ്പും കൊടുക്കാതിരിക്കുക. ഇതിൻ്റെ എല്ലാം പുറകിൽ അതിബുദ്ധിയുടെയും ചതിയുടെയും വില്ലത്തരത്തിൻ്റെ ഒന്നാന്തര ലക്ഷണങ്ങൾ തെളിഞ്ഞു കിടപ്പില്ലേ ചിറ്റെ? അമ്പിയ ചിറ്റയ്ക്ക് അതൊന്നും നിഷേധിക്കാനായില്ല. അതെല്ലാം സത്യമാണെന്ന് അവർക്കറിയാമായിരുന്നു. പ്രസന്നം വരട്ടെ, ഞാൻ സംസാരിക്കാം. അമ്പിയ ചിറ്റയുടെ ശബ്ദത്തിന് വേണ്ടത്ര കരുത്തും ബലവും ഉണ്ടായില്ല. ചിറ്റ സംസാരിക്കണം, ഒരു ക്ലാരിറ്റി കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് അടുത്ത നടപടിയെപ്പറ്റി ആലോചിക്കാൻ, ടോമിൻ പറഞ്ഞു. വലിയേട്ടനും അനുപ്രിയയും തമ്മിലുള്ള കല്യാണം നടക്കില്ല ചിറ്റെ. ഞങ്ങൾ ഏത് മാർഗം ഉപയോഗിച്ചിട്ടാണെങ്കിലും ശരി അത് മുടക്കും. കാരണം ഇത് ഞങ്ങളുടെ വിനയൻ്റെ അഭിമാന പ്രശ്നം കൂടിയാണ്. ജിഷ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നു. ദാ പ്രസന്നം വന്നു എന്ന് തോന്നുന്നു. ഒരു കാർ മുറ്റത്തേക്ക് വരുന്നത് കണ്ട് അമ്പിയ ചിറ്റ ചൂണ്ടിക്കാട്ടി. കാർ പ്രസന്നചന്ദ്രൻ്റേതാണെങ്കിലും സത്യശീലനാണ് കാറിൽ നിന്ന് ഇറങ്ങി വന്നത്. അയാൾ ഡോർബെല്ലിൽ ഒന്ന് വിരലമർത്തിയ ശേഷം ഹാളിലേക്ക് വന്നു. ഇയാളാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെ ചാണക്യൻ, ജെയ്സൺ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഇതിനിട്ട് അന്ന് കൊടുത്ത പണി പോരായിരുന്നു, മുട്ടുകാല് രണ്ടും ഒടിക്കേണ്ടതായിരുന്നു. സത്യശീലൻ അംബിക ചിറ്റയും ചെറുപ്പക്കാരി ഇരിക്കുന്നത് കണ്ട് അവിടേക്ക് വരാൻ മടിച്ചു നിന്നു. അംബിക ചിറ്റ അയാളെ കൈകാട്ടി വിളിച്ചു. ഇങ്ങു വാ, ഇതെല്ലാം മിനുക്കുട്ടൻ്റെ ഫ്രണ്ട്സാണ്. സത്യശീലൻ അവരുടെ സമീപത്തേക്ക് ചെന്നു. പ്രസന്നൻ ഇപ്പം എവിടെയാ സത്യ? അമ്പിയ ചിറ്റ ചോദിച്ചു. വലിയേട്ടൻ അനുപ്രിയയും ഫാമിലിയും കൂട്ടി ഷോപ്പിങ്ങിന് പോയി. ഷോപ്പിങ്ങിനോ? അതെ, സാരി സ്വർണ്ണമൊക്കെ വാങ്ങണ്ടേ? നിശ്ചയം പോലും നടത്തുന്നതിന് മുമ്പ് സ്വർണവും കല്യാണ സാരി എടുക്കാൻ പോയോ? ചിറ്റേ, കല്യാണ സാരി അല്ല. ഒരു പാവങ്ങളല്ലായിരുന്നോ? കൊള്ളാവുന്ന ഡ്രസ്സൊന്നുമില്ല, എല്ലാം വില കുറഞ്ഞതും പഴകിയതും ഒക്കെയാ. വലിയേട്ടൻ്റെ വൈഫിൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഗെറ്റപ്പ് വേണ്ടേ? ഒറ്റ എണ്ണത്തിനില്ല കഴുത്തിലൊരു സ്വർണ്ണ ചെയിൻ പോലും. എല്ലാം കൂടി ഒരു 50 പോയിൻ്റ് സ്വർണം വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞ് വലിയേട്ടൻ വിളിച്ച് കാറിൽ കയറ്റി ടൗണിലേക്ക് കൊണ്ടുപോയി. അംബിക ചിറ്റയും വിനയൻ്റെ സുഹൃത്തുക്കളും മുഖത്തോട് മുഖം നോക്കി. കല്യാണത്തിന് വേറെ സ്വർണ്ണം എടുക്കുന്നുണ്ട്, 250 പവൻ. അത് നിശ്ചയത്തിന് ശേഷം. ഈ 50 വെറുതെ ചുമ്മാ വീട്ടിലിട്ടുകൊണ്ട് നടക്കാൻ. എപ്പോഴാണ് അവൻ തിരിച്ചു വരുന്നേ? ഉച്ച കൊണ്ട് ഷോപ്പിംഗ് തീരും, അത് കഴിഞ്ഞ് കുമരകത്ത് പോകും. അവിടെ ഒരു ഹെറിറ്റേജ് റിസോർട്ടിൽ ഒരു വില്ല എടുത്തിട്ടുണ്ട്, ഗോൾഡൻ ലഗൂൺ. ഉച്ചയൂണ് അവിടെയാ. ഊണും കഴിഞ്ഞ് വിശ്രമിച്ചിട്ട് കായലിൽ ബോട്ടിങ്. പാതിരാമണലിലൊക്കെ ചുറ്റിയടിച്ച് വന്നിട്ട് സമയമുണ്ടെങ്കിൽ ഇന്ന് തിരിച്ചു വരും, ഇല്ലെങ്കിൽ റിസോർട്ടിൽ തന്നെ തങ്ങും, സത്യശീലൻ വിശദീകരിച്ചു. ഇതൊന്നും അവൻ എന്നോടോ വിനയനോടോ പറഞ്ഞില്ലല്ലോ. ഇവിടുന്ന് പോകുമ്പോൾ ഇതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. രാവിലെ അവരെ ചെന്ന് കണ്ടപ്പോഴല്ലേ അവരുടെ ഒരു പോരായ്മയൊക്കെ കണ്ണിപ്പെട്ടത്. അപ്പം തന്നെ തീരുമാനിച്ചു. അനുപ്രിയയുടെ വീടൊക്കെ ഇടിച്ചു നിരപ്പാക്കിയെന്ന് പറഞ്ഞത് സത്യമാണോ? ഇടിച്ചു നിരപ്പാക്കുക മാത്രമല്ല, അവിടെ പുതിയ ഒന്നാന്തര 2 നില കെട്ടിടം പണിയാനുള്ള കല്ല് ഇഷ്ടികയെ ഇറക്കി കഴിഞ്ഞു. എന്താ ചിറ്റേ പ്രശ്നം? ഏയ് ഒന്നുമില്ല, പ്രസന്നനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇപ്പം സ്വർണ്ണക്കടയിലായിരിക്കും, മൊബൈൽ സൈലൻ്റ് മോഡിലാ, അതാ എടുക്കാത്തത്. ഔട്ട് ഓഫ് കവറേജ് ഏരിയ. ലിഫ്റ്റിലാണെങ്കിൽ ചിലപ്പോൾ കിട്ടത്തില്ല. ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട്, വല്ലതും പറയണോ? എന്നെ അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കാൻ പറ. ടൗണിലുണ്ടെങ്കിൽ പറയാം. കുമരകത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പുറകെ ചെല്ലുന്നത് മോശമല്ലേ? വലിയേട്ടനാണെങ്കിൽ ഒരു ഹണിമൂൺ മൂഡിലാ. ഹണിമൂണോ? ആരുടെ ഹണിമൂൺ? ജെയ്സൺ ക്ഷമ കെട്ട് പൊട്ടിത്തെറിച്ചു. ഇവരാരൊക്കെയാ ചിറ്റേ? സത്യശീലൻ ചോദിച്ചു. മിനുക്കുട്ടൻ്റെ കൂട്ടുകാരാ. ഓവോ, ഞാൻ ഓർത്തു പിരിവുകാരാണെന്ന്. എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. സത്യശീലൻ അപ്പോൾ തന്നെ ഇറങ്ങിപ്പോയി. അമ്പിയ ചിറ്റ തൻ്റെ മുമ്പിൽ അമർഷം പൂണ്ടിരിക്കുന്ന ചെറുപ്പക്കാരുടെ നേർക്ക് നിസ്സഹായതയോടെ നോക്കി. സത്യശീലൻ കാറിൽ കയറി ടൗണിലേക്ക് തിരിച്ചു. യാത്രയ്ക്കിടയിൽ അയാൾ മൊബൈലിൽ പ്രസന്നചന്ദ്രനെ വിളിച്ച് സംസാരിച്ചു. വിനുക്കുട്ടിൻ്റെ ഫ്രണ്ട്സ് കുറേ പേർ ഉറവയ്ക്കലെത്തിയിട്ടുണ്ട്. ലക്ഷണം കണ്ടിട്ട് അവർ കാര്യങ്ങളെല്ലാം ചിറ്റയെ ധരിപ്പിച്ചു എന്ന് തോന്നുന്നു. ചിറ്റയുടെ പ്രതികരണം എന്തായിരുന്നു? വലിയേട്ടനെ ഉടനെ തന്നെ കാണണമെന്ന് ശാഠ്യമുള്ളതുപോലെ തോന്നി. അവന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? പറയാതിരിക്കാൻ 1% സാധ്യത പോലുമില്ല. വിനുക്കുട്ടിനെ കണ്ടോ? ഇല്ല, റൂമിലാണെന്ന് തോന്നുന്നു. വലിയേട്ടൻ ഇന്ന് ഇങ്ങോട്ട് വരാതിരിക്കുന്നതാ ബുദ്ധി. അമ്പിയ ചിറ്റ ഇതിൽ ഇടപെട്ടാൽ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കണം. ഞാൻ അങ്ങോട്ട് വരാൻ വലിയേട്ടാ. ഏതായാലും നനഞ്ഞിറങ്ങിയില്ലേ? സത്യശീലൻ കോൾ കട്ട് ചെയ്തു. അമ്പിയ ചിറ്റയെ കാണാൻ വന്ന സുഹൃത്തുക്കൾ വിനയൻ്റെ മുറിയിലെത്തി വിനയനെ കണ്ടു.
ചിറ്റയോട് ഞങ്ങൾ എല്ലാ കാര്യവും വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടി കേട്ടിട്ട് ചിറ്റ ആകെ ഷോക്ക്ഡാണ്. നിന്റെ വലിയേട്ടനെ പറ്റി ചിറ്റയ്ക്ക് വലിയ അഭിമാനവും വിശ്വാസവും ആണല്ലോ, ജിജോ പറഞ്ഞു. അതെനിക്കും അങ്ങനെ തന്നെയാ. ഇപ്പോൾ സത്യശീലം വന്നിട്ടുണ്ടായിരുന്നു. വലിയേട്ടൻ അനുപ്രിയയെയും വീട്ടുകാരെയും കൂട്ടിക്കൊണ്ട് ഷോപ്പിങ്ങിന് പോയിരിക്കുന്നു, ഡ്രസ്സും സ്വർണവും വാങ്ങാൻ. അത് കഴിഞ്ഞാൽ കുമരകത്ത് ഗോൾഡൻ ലഗൂൺ ഹെറിറ്റേജ് റിസോർട്ടിൽ ഊണും വിശ്രമവും ബോട്ടിങ്ങും. രാത്രി അവിടെ തന്നെ. നിന്റെ വലിയേട്ടൻ ചില്ലറ കളിയൊന്നുമല്ല പ്ലാൻ ചെയ്തിരിക്കുന്നേ. സത്യശീലൻ പറഞ്ഞതല്ലേ ശരിയാവണമെന്നില്ലല്ലോ. വാസ്തവത്തിൽ വിനിയന്റെ നെഞ്ചിന് കീഴെ ഉമിത്തി നീറി തുടങ്ങിയിരുന്നു. അമ്പിയച്ചിട്ട വലിയേട്ടനോട് സംസാരിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. എന്നിട്ടും അയാൾ മണ്ടം കളിക്കുകയാണെങ്കിൽ ഞങ്ങളൊരു ചെറിയ പണി കൊടുക്കും. അന്നേരം അയാൾ നിന്റെ വലിയേട്ടനാണെന്നുള്ള കാര്യം ഞങ്ങൾ ഓർത്തൊന്നും വരില്ല. പിന്നെ ഒരിക്കലും അയാൾക്ക് കല്യാണം കഴിക്കേണ്ടിയും വരില്ല. 22 ഫീമെയിൽ കോട്ടയത്തിൻ്റെ ക്ലൈമാക്സ് നീയും കണ്ടതാണല്ലോ. ജെയ്സൺ, വിനിയൻ താക്കീതിൻ്റെ സ്വരത്തിൽ വിളിച്ചു. ഞങ്ങൾ ഇപ്പോൾ പോകുക, ബാക്കി നാളെ. നിന്റെ വലിയേട്ടൻ വന്ന് അമ്പിയച്ചിറ്റിയുമായി സംസാരിച്ച ശേഷം ഞങ്ങളെ വിളിക്ക്. അതുവരെ സമാധാനമായിട്ടിരിക്കുക. കൂട്ടുകാർ വിനയനെ ശുഭാശംസ നേർന്നിട്ട് പോയി. അവർ പൊയ്ക്കഴിഞ്ഞപ്പോൾ അംബികച്ചിറ്റ വിനയനെ കാണാൻ മുറിയിലേക്ക് വന്നു. വിനുക്കുട്ട, എന്തൊക്കെയാണ്ടാ ഞാൻ ഇനി കേൾക്കാനുള്ളതും അറിയാനുള്ളതും? വിനയൻ അംബികച്ചിറ്റിയുടെ മുഖത്തേക്ക് നോക്കി അനങ്ങാതിരുന്നു. അവൻ്റെ നെഞ്ചിൽ ക്ഷുഭിത സമുദ്രം അലതല്ലുന്നുണ്ടായിരുന്നു. നീ എന്നോട് പോലും ഒന്നും പറഞ്ഞില്ലല്ലോടാ മോനെ. എന്തിനാ അതൊക്കെ മറച്ചു വെച്ചത്? ഞാൻ നിന്റെ ആരാ? നിന്റെ അമ്മ പോയ ശേഷം അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിന്നെ വളർത്തിക്കൊണ്ട് വന്നവളല്ലേ ഞാൻ. വിനയൻ ഒരക്ഷരം പോലും ഉരിയാടിയില്ല. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവ തുളുമ്പാൻ ഭാവിച്ചപ്പോഴൊക്കെ മേൽപോട്ട് നോക്കി മുഖം മലർത്തി കണ്ണുനീരിനെ നിയന്ത്രിച്ചു. അംബികച്ചിറ്റ അവൻ്റെ തോളത്ത് കൈവച്ചു. നീ വിഷമിക്കണ്ട, എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ. വലിയേട്ടനിങ്ങ് വരട്ടെ, എല്ലാറ്റിനും നമുക്ക് പരിഹാരമുണ്ടാക്കാം. ആ ആശ്വാസവാക്ക് വീണപ്പോഴേക്കും വിനയൻ വിതുമ്പിപ്പോയി. അവൻ ചിറ്റയുടെ കൈത്തണ്ടയിലേക്ക് നെറ്റി അമർത്തി ആശ്രയമറ്റതുപോലെ ഇരുന്നു. ചിറ്റയുടെ കൈത്തണ്ടയിലൂടെ ഒരു ചാൽ ഒഴുകി വന്നു വറ്റിപ്പോയി. രാത്രി മുഴുവൻ അംബികച്ചിറ്റ കാത്തിരുന്നെങ്കിലും പ്രസന്നചന്ദ്രൻ തിരികെ എത്തിയില്ല. അയാളുടെ മൊബൈലിലേക്ക് വിളിച്ച കോളുകളെല്ലാം അനാഥമായി പോയി. പിറ്റേന്ന് രാവിലെ 10 മണിയോടെ പ്രസന്നചന്ദ്രൻ്റെ കാർ ഉറവയ്ക്കലെത്തി. സുസ്മേരവദനായി ഉല്ലാസഭരിതനായി അയാൾ കാറിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് വന്നു. അംബികച്ചിറ്റ ഹാളിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു പ്രസന്ന? നിന്റെ മൊബൈലിന് എന്തു പറ്റി? എത്ര കോള് വിളിച്ചു? നീ അത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നോ? എൻ്റെ ചിറ്റയെ ഒന്നും പറയണ്ട, ബാറ്ററി ചാർജ് തീർന്നു പോയി. ചാർജർ എടുത്തതുമില്ല. ഞാൻ ഇന്നലെ സത്യം പറഞ്ഞ ഒരു വൺ ഡേ പിക്നിക്ക് പോയിരിക്കുകയായിരുന്നു. എവിടെ? ആരോടും ഒന്നും പറയാതെ. അനുപ്രിയയും ഫാമിലിയെയും കൂട്ടി കുമരകത്ത് പോയി. അവിടെ ഒരു റിസോർട്ടിൽ വില്ല എടുത്ത് താമസിച്ചു. ബോട്ടിങ്, സ്വിമ്മിംഗ് പൂളിൽ കുളി, ഡിന്നർ, അങ്ങനെ ആകെ കൂടി നല്ല രസമായിരുന്നു. അനുപ്രിയയ്ക്കും ഫാമിലിക്കും എന്നെ അല്പം വിശ്വാസക്കുറവുണ്ടായിരുന്നു. അത് മാറ്റിയെടുത്തു. പിന്നെ അവർക്ക് വേണ്ടി കുറച്ച് ഡ്രസ്സും ഗോൾഡും വാങ്ങി. ഇപ്പോൾ എല്ലാം ഓക്കെ. പ്രസന്ന, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയണം. പറയുമോ? അതെന്ത് ചോദ്യമാ ചിറ്റെ? അമ്പിച്ചിറ്റ ചോദിച്ചാൽ ഞാൻ എന്ത് സത്യമാ പറയാതിരുന്നിട്ടുള്ളത്? അനുപ്രിയ നീയുമായുള്ള കല്യാണത്തിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നോ? ഒരല്പം വിസമ്മതം ഉണ്ടായിരുന്നു അവൾക്ക്. അതെൻ്റെ പ്രായക്കൂടുതൽ കൊണ്ടാ. ഒന്നിച്ചിരുന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ രാത്രി കൊണ്ട് അത് മാറി. ഇനി ഞാൻ അവളെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവൾ വിഷമിക്കും. അതെന്താ? അമ്പികച്ചിറ്റ അയാളെ സൂക്ഷിച്ചു നോക്കി. അതങ്ങനെയാ. പ്രസന്നചന്ദ്രൻ ചിരിച്ചു. എൻ്റെ ചിറ്റേ, ഈ പെണ്ണുങ്ങളെല്ലാം ഭയങ്കര പ്രാക്ടിക്കലാ. അവർക്ക് ഇഷ്ടപ്പെടാത്ത ചില സംഭവങ്ങൾ വരുമ്പോൾ കുറേയൊക്കെ അവരെതിർത്ത് നോക്കും. ഒരു പ്രത്യേക അവസ്ഥ വരുമ്പോൾ ഇനി ഇദ്ദേഹമാണെങ്കിലും മതി എന്ന് മനസ്സ് മാറ്റിക്കളയും. നീ ഈ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല. ഒന്നുകിൽ എനിക്ക് അനുപ്രിയയെ കാണണം, അല്ലെങ്കിൽ നീ അവളെ എനിക്ക് ഫോണിൽ വിളിച്ച് തരണം. അതെന്താ ചിറ്റി അങ്ങനെ ഒരു കടുംപിടുത്തം? അനുപ്രിയയും മിനുക്കുട്ടിനും തമ്മിൽ സ്നേഹത്തിലാണെന്നുള്ള വിവരം നിനക്ക് അറിയാമായിരുന്നില്ലേ പ്രസന്ന? സത്യം പറ. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അമ്പിയച്ചിറ്റ മുഖത്തടിച്ച പോലെ ചോദിച്ചു. പ്രസന്നചന്ദ്രൻ്റെ മുഖത്തെ ചിരി ക്രമേണ മാഞ്ഞു മറഞ്ഞു. പ്രസന്നചന്ദ്രൻ അംബികച്ചിറ്റിയുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് സ്വരം താഴ്ത്തി പറഞ്ഞു, വിനുക്കുട്ടനും അനുപ്രിയയും തമ്മിൽ സ്നേഹത്തിലായിരുന്നെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ചിറ്റ വിശ്വസിക്കുമോ? എനിക്കത് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ടാ? ഞാൻ അറിഞ്ഞിടത്തോളം കാര്യങ്ങൾ വെച്ച് കണക്ക് കൂട്ടി നോക്കുമ്പോൾ നീ ഇത് നന്നായിട്ട് പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു സംഭവം പോലെ തോന്നുന്നു. ചിറ്റ എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞത്? നീ അനുപ്രിയയുടെ സമ്മതം വാങ്ങാതെ കല്യാണം തീരുമാനിച്ചതും, അവരെ മാറ്റി താമസിപ്പിച്ചതും, വിനുക്കുട്ടൻ അവൾക്ക് കൊടുത്തിരുന്ന ഫോൺ പിടിച്ചു മാറ്റിയതും, അവളുടെ വീട് ഇടിച്ചു നിരത്തി കളഞ്ഞതും ഉൾപ്പെടെ
എല്ലാത്തിൻ്റെയും പിറകിൽ നിന്റെ കയ്യടയാളം തെളിഞ്ഞു കാണാം. അനുപ്രിയയാണ് നീ കല്യാണം കഴിക്കാൻ പോണ പെണ്ണെന്ന് ആരോടും പറയാതെ നീ മൈക്കിൽ കൂടി പ്രഖ്യാപിച്ചത് ഉൾപ്പെടെ. ചിറ്റ എൻ്റെ മുറിയിലേക്കൊന്ന് വരുമോ? ചോദ്യരൂപത്തിലായിരുന്നെങ്കിലും അതൊരു ആജ്ഞയായിരുന്നു. മറുപടിക്ക് കാത്തു നിൽക്കാതെ പ്രസന്നൻ മുറിയിലേക്ക് പോയി. അമ്പിയ ചിറ്റ അയാളുടെ പിന്നാലെ ചെന്നു. ചിറ്റ ആ വാതിലടച്ചേക്ക്. അമ്പിയ ചിറ്റ വാതിലടച്ചു. ഇവിടെ വന്നിരിക്കെ. പ്രസന്നൻ കട്ടിലിന് നേർക്ക് ആംഗ്യം കാട്ടി. അമ്പിയ ചിറ്റ അവിടെ ചെന്നിരുന്നു. പ്രസന്നൻ ഒരു കസേര തൂക്കിയെടുത്ത് അവരുടെ മുന്നിലിട്ടു. അതിലിരുന്നു കൊണ്ട് പറഞ്ഞു, ഞാൻ പറയുന്നത് ചിറ്റ ശ്രദ്ധിച്ചു കേൾക്കണം. ഇത് നമ്മുടെ കുടുംബ പ്രശ്നമാണ്. ഒരു കാരണവശാലും പുറത്തു പോകാൻ പാടില്ല. അമ്പിക ചിറ്റ ശിരസ് അനക്കി. എനിക്കെല്ലാം അറിയാമായിരുന്നു. ഞാൻ കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത് നടത്തിയത് തന്നെയാ. അമ്പിക ചിറ്റ പകച്ചുപോയി. എന്തിനു വേണ്ടി നീ ഇങ്ങനെ ചെയ്തു? വിനുക്കുട്ടനും അവളും തമ്മിലുള്ള പ്രേമം പൊളിക്കാൻ ഞാൻ വേറൊരു മാർഗവും കണ്ടില്ല. എന്തിനു വേണ്ടി അത് തകർക്കുന്നത്? ചിറ്റേ, നമ്മുടെ വീട്ടിലേക്ക് വരേണ്ട പെണ്ണല്ല അനുപ്രിയ. നമ്മുടെ സെർവൻറ്റിൻ്റെ മകളെ എൻ്റെ അനുജൻ കല്യാണം കഴിക്കണ്ട. അവൾ ലോക സുന്ദരിപ്പട്ടം കെട്ടിയവളാണയാലും ശരി. അഴുക്കുചാലിൽ ജനിച്ചു വളർന്നവൾ അവിടെ തന്നെ ജീവിക്കണം. നീ അവളെ കല്യാണം കഴിക്കുമ്പോഴോ അവൾ ഈ വീട്ടിലേക്ക് തന്നെയല്ലേ വരുന്നത്? നീയും അവനും തമ്മിൽ എന്താ വ്യത്യാസം? അമ്പിക ചിറ്റ ചോദിച്ചു. ആര് കല്യാണം കഴിക്കുന്നു ചിറ്റേ? ഞാൻ കല്യാണം കഴിക്കാൻ പോകണമെന്ന് പറയുന്നതൊക്കെ വെറും അഭിനയം മാത്രമാ. അമ്പിക ചിറ്റ ഞെട്ടിപ്പോയി. നീ പിറന്നാൾ പ്രോഗ്രാമിന് മൈക്കിൽ കൂടി ഈ നാട്ടുകാരുടെ മുന്നിൽ പ്രഖ്യാപനം നടത്തിയതോ? നമ്മുടെ വിനുക്കുട്ടിനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ വേണ്ടി വന്നു. നീ അനുപ്രിയെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പ്രഖ്യാപിച്ചപ്പോഴുണ്ടായ അത്രയും നാണക്കേടല്ലേ വിനുക്കുട്ടൻ അവളെ കല്യാണം കഴിച്ചാലും ഉണ്ടാകുമായിരുന്നുള്ളൂ. രണ്ടും ഒരുപോലെയല്ലേ? ഒരുപോലെ അല്ല ചിറ്റേ. അവൻ അവളെ കല്യാണം കഴിച്ചാൽ അവൾ ഈ വീട്ടിൽ വന്ന് കയറുക തന്നെ ചെയ്യും. എൻ്റെ പ്രഖ്യാപനം ഇപ്പോഴും ആകാശത്ത് തന്നെ നിൽക്കുകയാ. ഇപ്പോഴും ഭൂമിയിലോട്ട് ഇറങ്ങിയിട്ടില്ല. നീ അവളെ കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ അവരെ അവരുടെ വീട്ടിൽ നിന്ന് ഒഴിപ്പിച്ചത്? എന്തിനാ കുമാരനല്ലൂരുള്ള തോട്ടം അവർക്ക് കൊടുത്ത് അവരെ അവിടെ താമസിപ്പിച്ചത്? തോട്ടം ആർക്ക് കൊടുത്തു? ആർക്കും എഴുതി കൊടുത്തിട്ടില്ല ചിറ്റേ. കൊടുക്കാനും പോകുന്നില്ല. അവരവിടെ കുറേ ദിവസം താമസിച്ചോട്ടെ. എനിക്ക് കുറച്ച് പണം ചെലവാകും. സാരമില്ല. അതിൻ്റെ 10,000 ഇരട്ടി രാജഗോപാലിൻ്റെ മകൾ നമ്മുടെ തറവാട്ടിലേക്ക് കൊണ്ടുവരും. അനുപ്രിയയും കുടുംബത്തെയും പിന്നെ എന്തു ചെയ്യും? അവരുടെ വീടും നീ നശിപ്പിച്ചല്ലോ. ഞാനും അനുപ്രിയയും തമ്മിലുള്ള കല്യാണ നിശ്ചയം കഴിഞ്ഞാൽ ഉടൻ തന്നെ വിനുക്കുട്ടനും ലാവണ്യയും തമ്മിലുള്ള നിശ്ചയവും നടത്തും. എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് അതൊന്നും താങ്ങാൻ അവൾക്ക് പറ്റിയെന്ന് വരില്ല. വിനുക്കുട്ടൻ്റെ വിവാഹം കഴിഞ്ഞ ശേഷമേ എൻ്റേത് ഫിക്സ് ചെയ്യൂ. അതിനിടയ്ക്ക് ഒന്നുകിൽ അനുപ്രിയ സൂയിസൈഡ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അവൾക്കും കുടുംബത്തിനും ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കും. രണ്ടിലേത് സംഭവിച്ചാലും അവളെ കൊണ്ടുള്ള പ്ലാൻ ഒഴിവായി കിട്ടും. പ്രസന്നചന്ദ്രൻ തൻ്റെ പ്ലാൻ വെളിവാക്കി. അനുപ്രിയയുമായുള്ള വിവാഹബന്ധത്തിൽ നിന്ന് പിന്മാറാൻ വിനുക്കുട്ടനോട് പറയുന്നതല്ലായിരുന്നോ പ്രസന്ന ഇതിനേക്കാളൊക്കെ എളുപ്പം? അവൻ പിന്മാറില്ല ചിറ്റേ. എത്ര നിർബന്ധിച്ചാലും ഭീഷണിപ്പെടുത്തിയാലും പിന്മാറില്ല. പക്ഷേ എനിക്ക് വേണ്ടി അവൻ പിന്മാറും. വേറെ നിവൃത്തിയില്ല. ഞാൻ വളർത്തിക്കൊണ്ടുവന്ന ചെറുക്കനാ. അവനൊരു പെണ്ണിൻ്റെ പുറമോടി കണ്ട് ഭ്രമിച്ച് ജീവിതത്തിന് നങ്കൂരമില്ലാതെ പോകരുത്. അവൻ ആ പെണ്ണിനെ കല്യാണം കഴിച്ചാൽ അവൻ്റെ ജീവിതം തകർന്ന് തരിപ്പണമായി പോകും എന്നാണോ നീ പറയുന്നത്? ചിറ്റേ, അത് നമുക്ക് പറ്റിയ ബന്ധമല്ല. അവനെ ലണ്ടനിലോട്ട് വിട്ട് പഠിപ്പിച്ചത് അതിനു വേണ്ടിയല്ല. എനിക്ക് അവനെക്കുറിച്ച് ചില പ്ലാനും പദ്ധതികളും ഒക്കെ ഉണ്ട്. പ്രസന്ന, ആ പെണ്ണിനെയും അതിൻ്റെ കുടുംബവും യാതൊരു മനസാക്ഷിയില്ലാതെ നശിപ്പിച്ച് കളഞ്ഞ ആ ശാപം കിട്ടത്തില്ലേ നമുക്ക്? നമുക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ മരിച്ചുപോയ ഒരു ഡ്രൈവറുടെ കുടുംബമല്ലേ അത്? നമ്മളായിട്ട് ആ കുടുംബം നശിപ്പിക്കില്ല ചിറ്റേ. തെറ്റ് തിരിച്ചറിഞ്ഞ് മാപ്പ് ചോദിച്ചു വന്നാൽ ഞാൻ ക്ഷമിക്കും. അവരുടെ വീടും കൂടി ഇല്ലാതാക്കിയില്ലേ? പകരം ചെറിയൊരു വീട് വെച്ച് കൊടുത്തേക്കാം. പക്ഷേ മേലിൽ ഉപദ്രവം ഒന്നും ഉണ്ടാകാൻ പാടില്ല. വിനുക്കുട്ടൻ വല്ലാത്ത വിഷമത്തിലാ. അവനോട് എന്ത് സമാധാനം പറയും? അവനെല്ലാം എൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞു. അവൻ്റെ കൂട്ടുകാർ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് വിനുക്കുട്ടനും അനുപ്രിയയും കൂടി പല സ്ഥലത്തും പോയിട്ടുണ്ടെന്നും ഒന്നിച്ച് താമസിച്ചിട്ടുണ്ടെന്നും ഒക്കെയാ. അവൻ ഒന്നിച്ച് താമസിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെന്താ? ഞാനവളെ കല്യാണം കഴിക്കാൻ പോണില്ലല്ലോ. ഞാൻ അവളെ കല്യാണം കഴിച്ചേക്കുമെന്ന് വിചാരിച്ച് തടയാൻ വേണ്ടി അവൻ്റെ കൂട്ടുകാർ ഇറക്കിയ അഭ്യാസമല്ലേ ചിറ്റേ അത്? അനുജൻ്റെ കൂടെ കിടക്ക പങ്കിട്ട പെണ്ണിനെ ചേട്ടൻ കല്യാണം കഴിക്കാൻ അറയ്ക്കും എന്നാണോ അവന്മാരുടെ ധാരണ? നമുക്ക് വിനുക്കുട്ടൻ്റെ ക്യാരക്ടർ അറിയാലോ. അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. വിനുക്കുട്ടനെ എങ്ങനെ സമാധാനിപ്പിക്കും? അതിനെന്തെങ്കിലും വഴി നീ കണ്ടിട്ടുണ്ടോ? കുറച്ച് വിഷമിക്കാതെ പറ്റില്ല ചിറ്റേ. കാലിൽ തറച്ച മുള്ളെടുത്ത് കളയുമ്പോൾ അല്പം വേദനിക്കും. സാരമില്ല. നീ വരുന്നതും കാത്തിരിക്കുക. അവൻ എല്ലാ കാര്യങ്ങളും അവനോട് പറയാൻ എന്നെയാ ഏൽപ്പിച്ചിരിക്കുന്നേ. ചിറ്റേ ആ ജോലി ഭംഗിയായി നിർവഹിച്ചു. ഇനി ഞാൻ അവനെ കണ്ട് സംസാരിക്കാൻ. എന്തു സംസാരിക്കും?
എനിക്കറിയില്ലായിരുന്നു അവനും അനുപ്രിയയും തമ്മിൽ പ്രേമമാണെന്ന്. അവിടെ മുതൽ അങ്ങോട്ട് മുറുകെ പിടിക്കും ഞാൻ. നമ്മൾ ഇവിടെ സംസാരിച്ച കാര്യങ്ങളൊന്നും അവൻ അറിയരുത്. ചിറ്റ എൻ്റെ കൂടെ നിൽക്കണം. അവനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാ. അംബിക ചിറ്റ മൗനം ആചരിച്ചു. അത് ആശങ്കാജനകമായിരുന്നു. പ്രസന്നചന്ദ്രൻ എഴുന്നേറ്റ് വാതിൽ തുറന്ന് വിനയൻ്റെ മുറിയിലേക്ക് പോയി. വിനയൻ വാതിൽ ചാരിയിട്ടിരിക്കുകയായിരുന്നു. പ്രസന്നൻ മുട്ടിയപ്പോൾ അവൻ അകത്തേക്ക് വരാൻ ക്ഷണിച്ചു. കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് തൻ്റെ അനുജൻ ജീവച്ഛവമായതുപോലെ പ്രസന്നന് തോന്നി. ഉത്കടമായൊരു സങ്കടം ഉള്ളിലുണ്ടെങ്കിലും അവൻ വലിയേട്ടനെ നോക്കി മന്ദഹസിച്ചു. പ്രസന്നചന്ദ്രൻ കട്ടിലേക്കിരുന്നു. എന്നിട്ട് പരവശനെ പോലെ പറഞ്ഞു, അമ്പിയച്ചിട്ട് എൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു. ഞെട്ടിപ്പോയി ഞാൻ. അയാൾ വിനയനെ നോക്കി. വിനയൻ ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയാണ്. എടാ വിനുക്കുട്ട, നിനക്ക് എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ? സന്തോഷത്തോടെ ഞാൻ നിങ്ങൾ തമ്മിലുള്ള കല്യാണം നടത്തി തരുമായിരുന്നല്ലോ. നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? ഞാൻ ആരാ നിന്റെ? ഞാൻ ഇതുവരെ കരുതിയത് നിനക്ക് എന്ത് കാര്യവും തുറന്നു പറയാൻ പറ്റുന്ന കൂടപ്പുറപ്പാണ് ഞാനെന്ന്. നീ എന്തിനാ ഇതൊക്കെ മറച്ചു വെച്ചത്? വിനയൻ തളർന്നുപോയി. വലിയേട്ടൻ എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കുമെന്നാണ് അവൻ വിചാരിച്ചത്. എന്നാലിപ്പോൾ വല്ലാത്ത ഹൃദയവതിയോടെ സംസാരിക്കുന്നു. വലിയേട്ട, ഞാൻ ഓർത്തു വലിയേട്ടൻ സമ്മതിക്കില്ലാന്ന്. നിന്റെ ഏതെങ്കിലും ഒരു ഇഷ്ടത്തിന് ഞാൻ എതിരെ നിന്നിട്ടുണ്ടോടാ? ഉണ്ടോ? വിനയൻ ഓർക്കാൻ കഴിയുന്നില്ല. വലിയേട്ടന് എതിർപ്പ് തോന്നുന്ന ഇഷ്ടങ്ങളൊന്നും തന്നെ എനിക്കുണ്ടായിരുന്നില്ല എന്നതാണ് ശരി. വലിയേട്ടന് എതിരെ നിൽക്കുമെന്ന് കരുതിയ തൻ്റേതായ ഒരു ഇഷ്ടം അനുപ്രിയോടുള്ളത് മാത്രമായിരുന്നു. ഈ നാഗശ്ശേരിക്കരയിലുള്ള സകല മനുഷ്യനെ ക്ഷണിച്ചു വരുത്തി സൽക്കരിച്ച് ഞാൻ നിങ്ങളുടെ കല്യാണം കെങ്കേമമായിട്ട് നടത്തിയേനെ, പ്രസന്നചന്ദ്രൻ പറഞ്ഞു. വിനയൻ ആ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. വലിയേട്ടൻ്റെ സ്വരത്തിൽ ഒരു പക്ഷേ മുഴച്ചു നിൽക്കുന്നു. അവസരം കൈവിട്ടുപോയി എന്നൊരു ധ്വനി. ഒന്നും വേണ്ട, ലാവണ്യവുമായുള്ള വിവാഹാലോചന വന്നപ്പോഴെങ്കിലും നിനക്ക് പറയാമായിരുന്നു. അവർ കുടുംബസമേതം ഈ വീട്ടിൽ വന്നപ്പോൾ പോലും നീ പറഞ്ഞില്ല. ഒരു സൂചന തന്നാൽ മതിയായിരുന്നു. വലിയേട്ട, ഞാൻ പറഞ്ഞല്ലോ, അനു തീരെ പാവപ്പെട്ട കുടുംബത്തിലെ ആയതുകൊണ്ട് ഞാൻ എതിർക്കുമെന്നോ? ഞാൻ അങ്ങനെത്തവനാണെങ്കിൽ അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുമോ? ആ തീരുമാനം നാഗശ്ശേരിക്കാരെയെല്ലാം ക്ഷണിച്ചു വരുത്തി വിളംബരം ചെയ്യുമോ? കാര്യങ്ങൾ ലളിതമാവുകയാണെന്ന തോന്നലിൽ വിനയൻ ബഹുമാനത്തോടെ പ്രസന്നനെ നോക്കി അപേക്ഷാസ്വരത്തിൽ പറഞ്ഞു. വലിയേട്ടന് എതിർപ്പില്ലെങ്കിൽ ഇനിയാണെങ്കിലും അത് നടത്തി തരാമല്ലോ. പ്രസന്നചന്ദ്രൻ വിപരീതാർത്ഥത്തിൽ തലയാട്ടി. വൈകിപ്പോയി മോനെ. ഇന്നലെ വൈകുന്നേരമെങ്കിലും നീയൊരു സൂചന തന്നാൽ മതിയായിരുന്നു. എന്തു പറ്റി വലിയേട്ടാ? ഞാനും അനുവും ഇന്നലെ രാത്രി കുമരകത്തെ ഗോൾഡൻ ലഗൂണിലായിരുന്നു, ഒരു ഹെറിറ്റേജ് റിസോർട്ടിൽ. അനുവിൻ്റെ ഫാമിലിയും ഉണ്ടായിരുന്നു. തെറ്റിദ്ധാരണകളൊക്കെ ഞങ്ങൾ പറഞ്ഞു തീർത്തു. ഞങ്ങൾ ഇന്നലെ രാത്രി ഒന്നിച്ചായിരുന്നു എല്ലാ അർത്ഥത്തിലും. വിനയൻ്റെ നെഞ്ചിൽ ഒരു മിന്നൽ പിണർ കത്തി അണഞ്ഞു. വിനയൻ ബാൽക്കണിയിലേക്കുള്ള വാതിലിൽ ചാരി ഹൃദയം പൊട്ടി നിൽക്കുകയായിരുന്നു. ആ നിമിഷം അവൻ തൻ്റെ വീടിനെ വെറുത്തു, വലിയേട്ടനെ വെറുത്തു, അമ്പികച്ചിറ്റയെയും സകല ബന്ധുമിത്രാദികളെയും വെറുത്തു. ഈ ഭൂമിയിൽ ജീവിക്കാൻ താൻ യോഗ്യനല്ലെന്ന് അവന് തോന്നി. സ്നേഹിച്ച പെണ്ണിനെ രക്ഷിച്ച് കൂടെ നിർത്താൻ കഴിഞ്ഞില്ല. പ്രസന്നചന്ദ്രൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വിനയൻ നിൽക്കുന്നിടത്തേക്ക് വന്നു. വിനുക്കുട്ട, മോനെ, എന്തായാലും സംഭവിച്ചു പോയി. ഇതൊരു വിധിയാണെന്ന് സമാധാനിക്കുക. അല്ലാതെ ഞാനിനി എന്താ പറയണ്ടേ? വിനയൻ തകർന്ന മനസ്സോടെ തലതാഴ്ത്തി നിന്നു. പെണ്ണിൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് നീ മനസ്സിലാക്കണം. പൊന്നും പണവും സുഖസൗകര്യങ്ങളും ഒക്കെ കാണുമ്പോൾ അവളുടെ മനസ്സും മാറും. ഒരാളിൻ്റെ കൂടെ ഒരു ദിവസം ജീവിച്ചു കഴിയുമ്പോൾ ഇനി ഇയാൾ തന്നെ മതിയെന്ന് തീരുമാനിക്കും. വിനയനൊന്നും പറയാനുണ്ടായിരുന്നില്ല. എല്ലാം തൻ്റെ ഹൃദയത്തിലേക്ക് അടിച്ചു കയറ്റുന്ന ആണികളാണെന്ന് അവന് തോന്നി. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പ്രത്യേകിച്ചും പാവപ്പെട്ട പെൺകുട്ടികളെ. ആരെങ്കിലും ആശ്രയിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാ അവർ. ഒന്നെങ്കിൽ അച്ഛനെ, അല്ലെങ്കിൽ ഭർത്താവിനെ, അതുമല്ലെങ്കിൽ മകനെ. ഉറപ്പുള്ള ഒരു രക്ഷാസങ്കേതം കണ്ടാൽ അവരവിടെ തന്നെ അടയിരിക്കും. നീ ഇത് കണ്ടോ? പ്രസന്നചന്ദ്രൻ മൊബൈൽ ഫോൺ കയ്യിലെടുത്തു. അതിനുള്ളിലെ ഗ്യാലറിയിൽ നിന്ന് ചില ചിത്രങ്ങൾ സെലക്ട് ചെയ്ത് അത് വിനയൻ്റെ കൺമുമ്പിൽ കൊണ്ടുചെന്ന് കാണിച്ചു. വിലപിടിച്ച ആടയാഭരണങ്ങൾ അണിഞ്ഞ അനുപ്രിയ വിവിധ പോസുകളിൽ ബോട്ടിലും കായൽക്കരയിലും റിസോർട്ടിന് മുമ്പിലും മുറിയിലും നീന്തൽക്കുളത്തിൻ്റെ കരയിലും. ചില ഫോട്ടോകളിൽ അനുപ്രിയയോടൊപ്പം അവളുടെ അനുജത്തി പൂർണ്ണിമയെയും അനീഷിനെയും വിലാസിനെയും കണ്ടു. എല്ലാ ഫോട്ടോഗ്രാഫുകളിലും അനു സന്തോഷവതിയായിട്ടാണ് നിൽക്കുന്നതെന്ന് വിനയൻ കണ്ടു. നിന്നെ കാണിക്കാൻ പാടില്ല, എന്നാലും നിൻ്റെ ഒരു വിശ്വാസത്തിന് വേണ്ടി. പ്രസന്നചന്ദ്രൻ ഇനി കാണിച്ചത് അയാളും അനുപ്രിയയും ഒന്നിച്ചുള്ള ചില ഫോട്ടോകളായിരുന്നു. അയാളോടൊപ്പം ചേർന്ന് നിൽക്കുന്നു, കൈകോർത്ത് കായൽക്കരയിൽ നടക്കുന്നു, തോളത്ത് കൈയിട്ട് അസ്തമയ സൂര്യന് അഭിമുഖമായി നിൽക്കുന്നു. അനുപ്രിയ വലിയേട്ടൻ്റെ അരയ്ക്ക് ചുറ്റി പിടിച്ച് നിൽക്കുന്നു.
മൊബൈൽ ഫോൺ വിനയചന്ദ്രൻ കാണുക കമ്പ്യൂട്ടർ ടേബിളിന് മീതെ വെച്ചിട്ട് പ്രസന്നചന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വാതിലടയ്ക്കുകയും ചെയ്തു. വിനയേന്ദ്രൻ ചെന്ന് വലിയേട്ടൻ്റെ മൊബൈൽ ഫോണിലെ ഫോട്ടോകൾ എടുത്ത് നോക്കി. റിസോർട്ടിലെ ബെഡ്റൂമിൽ വെച്ചെടുത്ത ചില ഫോട്ടോകളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അനുപ്രിയ മുഖം താഴ്ത്തി ബെഡിനരികെ നിൽക്കുന്നു. വലിയേട്ടൻ അനുപ്രിയയെ ആശ്ലേഷിച്ച മുഖത്തോട് മുഖം ചേർത്ത് നിൽക്കുന്നു. അത് കണ്ടപ്പോൾ വിനയന് കാൽവിരൽ മുതൽ നെറുക വരെ ഒരു കാട്ടുതീ പടർന്നു കയറി. അടുത്ത ചിത്രം വലിയേട്ടൻ ഫോമെട്ടിൽ ഇരിക്കുന്നതും അഭിമുഖമായി അനുപ്രിയ നിൽക്കുന്നതും. അതിനടുത്ത ചിത്രത്തിൽ വലിയേട്ടൻ അനുപ്രിയയെ ഇരുകൈകൊണ്ടും അരയ്ക്ക് ചുറ്റും കെട്ടിപ്പിടിക്കുന്നതും വയറിന് മീതെ മുഖം ചേർത്തിരിക്കുന്നതും. പക്ഷേ അതിൽ അനുപ്രിയയുടെ നെഞ്ചിന് മീതെയുള്ള ഭാഗം ഫ്രെയിമിൽ വന്നിട്ടില്ല. സംശയം തോന്നിയിട്ട് വിനയൻ ഫോട്ടോ ഡീറ്റെയിൽസ് എടുത്ത് നോക്കി. സമയം ഇന്നലെ രാത്രി 10:35. അതിനു മുമ്പ് രണ്ടുപേരുടെയും മുഖം കാണാവുന്ന വിധം വലിയേട്ടൻ കിടക്കയിലിരിക്കുന്ന ഫോട്ടോ നോക്കി. സമയം ഇന്നലെ രാത്രി 10:33. രണ്ടുപേരുടെയും ഡ്രസ്സ് വിനയൻ ഒത്തുനോക്കി. ഒരേ ഡ്രസ്സ് തന്നെ, ഒരു മാറ്റവുമില്ല. തുടർന്നുള്ള ഫോട്ടോകൾ നോക്കാൻ വിനയൻ അശക്തനായിരുന്നു. അനുപ്രിയ കണ്ണടച്ച് നിൽക്കുന്ന ഒരു ക്ലോസപ്പ് ഫോട്ടോ. വിനയൻ സമയം നോക്കി. അതിൽ സമയം 10:37 എന്ന് കാണിച്ചു. അടുത്ത ഫോട്ടോയിൽ വലിയേട്ടൻ അനുപ്രിയയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. അനുപ്രിയയുടെ പുറംഭാഗം മാത്രമേ കാണുന്നുള്ളൂ. വലിയേട്ടൻ്റെ മുഖം അവളുടെ തോളിന് മീതെ കാണാം. അനുപ്രിയയും ഇരു കൈകൊണ്ടും വലിയേട്ടനെ മുറുകെ പിടിച്ചിട്ടുണ്ട്. അതിൽ സമയം 10:40. അടുത്തതൊരു മൊബൈൽ വീഡിയോ. അനുപ്രിയയും വലിയേട്ടനും ആലിംഗനബദ്ധരായി നിൽക്കുന്നു. പുറം തിരിഞ്ഞു നിൽക്കുന്നതിനാൽ അനുപ്രിയയുടെ മുഖം വ്യക്തമല്ല. പക്ഷേ ഡ്രസ്സ് അതുതന്നെ. വലിയേട്ടൻ മുറുകെ പുണരുന്നു. അനുപ്രിയയുടെ ചുമലിൽ നിന്നും സാരിയുടെ മുന്താണി ഊർന്നു വീഴുന്നു. അത് പിടിച്ചെടുക്കാൻ അനുപ്രിയ ശ്രമിക്കുന്നതിനിടെ വലിയേട്ടൻ്റെ മുഖം അവളുടെ മാറിലൂടെ ഊർന്ന് വയറിന് മീതെ എത്തുന്നു. ഇതിനിടയിൽ അനുപ്രിയ സാരിയുടെ മുന്താണി പിടിച്ചെടുത്ത് തോളിലൂടെ ഇടുന്നു. വിനയൻ്റെ തൊണ്ടയിലെ വെള്ളം വറ്റി. അവൻ്റെ ഉടലിലൂടെ തളർച്ചയുടെ ചുടുകാറ്റടിച്ചുകൊണ്ടിരുന്നു. ഈ ഫോട്ടോയും വീഡിയോയും എല്ലാം അനുപ്രിയ അറിയാതെ എടുത്തതാവാമെന്ന് അവന് തോന്നി. കെട്ടിപ്പിടുത്തവും മറ്റും അനുപ്രിയയുടെ പിൻഭാഗത്തു നിന്നാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. വീഡിയോയും അങ്ങനെ തന്നെ. പക്ഷെ സമയവും തീയതിയും അണിഞ്ഞിരിക്കുന്ന ഡ്രസ്സും കൃത്യമാണ്. അതിലൊന്നും ഒരു കൃത്രിമവും ചെയ്യാൻ പറ്റില്ല. ഇനി അനുപ്രിയ കട്ടിലിൽ കിടക്കുന്ന ഫോട്ടോഗ്രാഫ്, അത് അനുപ്രിയ തന്നെ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വലിയേട്ടൻ ബെഡിലിരിക്കുന്ന ഫോട്ടോ, അവിടെ അനുപ്രിയയുടെ മുഖം വലിയേട്ടൻ്റെ ഉടലിനപ്പുറം കാണാൻ വയ്യ. എന്നാലും കൈകാലുകളും ഉടലും സാരിയും എല്ലാം അതുതന്നെ. സമയം ഇന്നലെ 10:53. വലിയേട്ടൻ അനുപ്രിയയുടെ മുഖത്തേക്ക് മുഖം ചായ്ച്ചുള്ള ഫോട്ടോ. ഇതുവരെ കണ്ടതിനേക്കാൾ പ്രകോപനപരമായ പല ചിത്രങ്ങളും കിടക്കയിൽ വെച്ച് എടുത്തിട്ടുള്ളത് വിനയൻ കണ്ടു. സംശയ നിവൃത്തിക്കായി അവൻ കിടക്കവിരിയുടെ ഡിസൈൻ വരെ എൻലാർജ് ചെയ്തു നോക്കി. ഒരേ കിടക്കവിരി, ഒരേ തലയണ കവർ, ഒരേ മുറി, ഒരേ കട്ടിൽ. സമയവും തീയതിയുമാണ് ഏറ്റവും കൃത്യം. അനുപ്രിയ അറിയാതെ എടുത്ത ഫോട്ടോഗ്രാഫ്സും വീഡിയോകളും ആയതിനാൽ അനുപ്രിയയുടെ മുഖം വ്യക്തമല്ല. പക്ഷേ തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ അതേ വേഷത്തിൽ അതേ പൊസിഷനിൽ മുഖം വ്യക്തമായി കാണാവുന്ന ഫോട്ടോകളുമുണ്ട്. വിനുക്കുട്ട മോനെ. അംബികച്ചിറ്റയുടെ വിളി കേട്ട് വിനയൻ നടുങ്ങി. അവൻ മറ്റൊരു ലോകത്തായിരുന്നു. അംബികച്ചിറ്റ വാതിൽ തുറന്ന് അകത്തേക്ക് വന്നു. ആകെ പരവശനായി നിൽക്കുന്ന വിനയനെ കണ്ടപ്പോൾ അംബികച്ചിറ്റയ്ക്ക് വല്ലായ്മയായി. പ്രസന്നൻ നിന്നെ വന്ന് കണ്ട് സംസാരിച്ചു അല്ലേ? ഉവ്. വിനയൻ ദയനീയമായി ചിറ്റയെ നോക്കി. എന്നോട് പറഞ്ഞു നിനക്ക് വല്ലാത്ത വിഷമമായി പോയെന്ന്. എൻ്റെ ഭാഗത്താ തെറ്റ്, വിനയൻ പരിതപിച്ചു. പ്രസന്നൻ അങ്ങനെ പറഞ്ഞോ? വലിയേട്ടനോട് ഞാൻ നേരത്തെ കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ലല്ലോ ചിറ്റേ. പറഞ്ഞിരുന്നെങ്കിൽ സന്തോഷത്തോടെ ഞങ്ങളുടെ മാരേജ് നടത്തി തരുമായിരുന്നെന്ന് പറഞ്ഞു. അമ്പിയച്ചിറ്റയ്ക്ക് അത് കേട്ടപ്പോൾ വല്ലാത്ത ആത്മനിന്ദ തോന്നി. പ്രസന്നൻ വിനയനെ ചതിക്കുകയാണെന്നും കപടനാടകങ്ങളാണ് അവൻ അഭിനയിക്കുന്നതെന്നും വിനയൻ അറിയുന്നില്ലല്ലോ എന്നോർത്തപ്പോൾ ചിറ്റയ്ക്ക് അവനോട് എന്തെന്നില്ലാത്ത അലിവ് തോന്നി. പക്ഷെ ഒന്നും തുറന്നു പറയാനും വയ്യ. അത് ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ള തെറ്റിപ്പിരിയലിലേക്ക് വഴിവെക്കും. അങ്ങനെ സംഭവിച്ചാലും പ്രസന്നനായിരിക്കും ലാഭം. തന്നെ അനുസരിക്കാതെ വഴക്കിട്ട് പിരിയുന്ന അനുജൻ അവൻ ഉറവയ്ക്കല സ്വത്തിൽ നിന്ന് ഒരംശം പോലും കൊടുക്കാൻ സാധ്യതയില്ല. ഞാൻ മുമ്പേ തന്നെ പറയണമായിരുന്നു അല്ലേ ചിറ്റേ? മോനെ, നീ അതൊന്നും ഓർത്ത് വിഷമിക്കരുത്. ലാവണ്യ നല്ല കുട്ടിയല്ലേ? അവളെ കല്യാണം കഴിച്ചുകൂടെ നിനക്ക്? അവൾക്ക് നിന്നെ വലിയ ഇഷ്ടമല്ലേ? ഞാൻ ഇഷ്ടപ്പെട്ടത് അവളെ അല്ലല്ലോ ചിറ്റേ, അനുവിനെയല്ലേ. എനിക്കിപ്പോൾ എല്ലാവരോടും വെറുപ്പ് തോന്നുന്നു. ജീവിക്കണമെന്ന് പോലും ആഗ്രഹമില്ല. എൻ്റെ മടയത്തരം കൊണ്ടാണല്ലോ അനുവിനെ എനിക്ക് കിട്ടാതെ പോയത്. വലിയേട്ടനോട് ഒരു വാക്ക് പറയാൻ എനിക്ക് തോന്നിയില്ലല്ലോ. പറഞ്ഞിരുന്നാലും നിന്റെ ആഗ്രഹം നടക്കില്ലായിരുന്നു മോനെ എന്ന് പറയാൻ അംബികച്ചിറ്റിയുടെ നാവ് തരിച്ചതാണ്. പകരം ഇങ്ങനെയാണ് പറഞ്ഞത്. പ്രസന്നനും ഇത്തിരിയൊക്കെ സ്വാർത്ഥതയുണ്ട്. വേണമെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള കല്യാണം പ്രസന്നനെ നടത്തിത്തരാവുന്നതേ ഉള്ളൂ.
അവന് സന്മനസ്സുണ്ടെങ്കിൽ. ഇനി നടക്കില്ല ചിറ്റേ. അതെന്താ? ചിറ്റ ഈ ഫോട്ടോഗ്രാഫ്സ് കണ്ടോ? കാണിക്കാൻ എനിക്ക് മടിയുണ്ട്. എന്നാലും ഒറ്റ രാത്രി കൊണ്ട് ഒരു പെണ്ണിൻ്റെ മനസ്സ് എങ്ങനെ തകിടം മറിഞ്ഞെന്ന് ചിറ്റ കൂടി അറിഞ്ഞിരിക്കണം. വിനിയൻ പ്രസന്നചന്ദ്രൻ്റെ ഫോണിലെ ഫോട്ടോകളും വീഡിയോകളും അംബികച്ചിറ്റിയെ കാണിച്ചു. അവൻ ആ പെണ്ണിനെ നശിപ്പിച്ചോ? അംബികച്ചിറ്റിയുടെ സ്വരത്തിൽ അല്പം രോഷമുണ്ടായിരുന്നു. വലിയേട്ടൻ അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതല്ലേ, ഇനി എന്തു ആവാലോ എന്ന് കരുതി കാണും. അതല്ല ചിറ്റേ എൻ്റെ വിഷമം. കുറച്ച് പൊന്നും പണവും കണ്ണഞ്ചിരിക്കുന്ന വസ്ത്രങ്ങളും കണ്ട ഒരു പെണ്ണ് ഒറ്റ രാത്രി കൊണ്ട് എല്ലാം മറക്കുവോ? അത്രയ്ക്കേ ഉള്ളൂ അവരുടെ മനസ്സ്. അംബികച്ചിറ്റിക്ക് ഇനിയൊന്നും പറയാനില്ല. പ്രസന്നചന്ദ്രൻ്റെ മൊബൈലിലെ ചിത്രങ്ങൾ അവരെ ആത്മരോഷം കൊള്ളിച്ചു. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ചില സൂത്രങ്ങളൊക്കെ ആവാം, പക്ഷേ ഒരു പെണ്ണിൻ്റെ ജീവിതം കരുതിക്കൂട്ടി നശിപ്പിക്കുന്നത് നികൃഷ്ടതയാണ്. പ്രസന്നൻ എന്തായാലും ഈ ചെയ്തത് വളരെ മോശമായിപ്പോയി. അംബികച്ചിറ്റ പിറുപിറുത്തു. വലിയേട്ടൻ അവളെ കല്യാണം കഴിക്കുന്നതോടെ ഇതിൻ്റെ ഈ തെറ്റ് ശരിയായി മാറുമല്ലോ. ഞാൻ ഇനി എന്തു ചെയ്യുമെന്ന് ചിറ്റ പറ. ഇനി ഞാൻ ഈ നാട്ടിൽ എന്തായാലും നിൽക്കില്ല, എങ്ങോട്ടെങ്കിലും പോവുക. വിനിയന്തിൻ്റെ ഫോൺ മേശപ്പുറത്തിരുന്ന് റിങ് ചെയ്യാൻ തുടങ്ങി. അവൻ ആകാംക്ഷയോടെ ചെന്ന് ഫോൺ എടുത്തു. ചങ്ങനാശ്ശേരിയിൽ നിന്നും ജിജോ വിളിക്കുകയാണ്. എടാ എന്തായി? ആകാംക്ഷാഭരിതമായ ചോദ്യം. എന്താകാനാ, എല്ലാം തീർന്നു. വിനയൻ്റെ തൊണ്ടയിടറി. എന്ത് സംഭവിച്ചെന്ന് പറയടാ. വിനയൻ ചുരുങ്ങിയ വാക്കുകളിൽ താനും വലിയേട്ടനും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ സാരാംശം ജിജോയെ ധരിപ്പിച്ചു. വലിയേട്ടനും അനുപ്രിയയും ഒരു പകലും രാത്രിയും കുമരകത്തെ ഒരു റിസോർട്ടിൽ താമസിച്ച കാര്യവും വലിയേട്ടൻ്റെ ഫോണിൽ താൻ കണ്ട ചിത്രങ്ങളെക്കുറിച്ചും പറഞ്ഞു. എല്ലാം കേട്ട് ജിജോ അല്പസമയം മൗനമായിരുന്നു. ഫോൺ വെച്ചോട്ടെ ജിജോ, ഇനി എനിക്കൊന്നും പറയാനില്ല. നീ ഒരു കാര്യം ചെയ്യോ വിനു, ആ ഫോട്ടോഗ്രാഫ്സ് എനിക്കൊന്ന് സെൻഡ് ചെയ്യാമോ? എന്നിട്ടെന്തിനാ? ചുമ്മാ ഒന്ന് നോക്കാം. നല്ലതാണോ ചീത്തയാണോ നിന്റെ മനസ്സിൽ? അനുപ്രിയെ നിന്റെ വലിയേട്ടനും തമ്മിലുള്ള ഹോട്ട് സീൻസ് ഒന്നും കാണാൻ എനിക്ക് താല്പര്യമില്ല. അതിലെന്തെങ്കിലും കൃത്രിമം നടന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ഒരു കൃത്രിമവുമില്ല. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ചെക്ക് ചെയ്തു. ഡേറ്റും സമയവും എല്ലാം കൃത്യമാണ്. നീ ഒന്ന് സെൻഡ് ചെയ്യടാ ദുഷ്ടാ. വലിയേട്ടൻ്റെ ഫോണിൽ അതല്ല, നിന്റെ കയ്യിലില്ലേ അത്? അതോ തിരിച്ചു കൊടുത്തോ? എൻ്റെ കയ്യിലുണ്ട്. ശരി, നീ ആദ്യം അത് നിന്റെ ഫോണിലേക്കോ പെൻഡ്രൈവിലേക്കോ കോപ്പി ചെയ്യ്. എന്നിട്ട് വാട്സപ്പ് വഴി എനിക്ക് അയച്ചുതാ. ഓക്കേടാ, സീ യു. വിനയൻ ഫോൺ വെച്ചു. ചിറ്റേ. വാതിലിന് വെളിയിൽ നിന്ന് പ്രസന്നചന്ദ്രൻ്റെ വിളി കേട്ടു. പ്രസന്നനാ, അവൻ്റെ ഫോൺ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞയച്ചതാ എന്നെ. അതിങ്ങ് തന്നേക്ക്, അംബികച്ചിറ്റ പറഞ്ഞു. ഇപ്പം തരാൻ ചിറ്റേ. വിനയൻ തൻ്റെ മൊബൈലിലേക്ക് അയക്കാൻ വേണ്ടി വലിയേട്ടൻ്റെ ഫോണിലെ ചിത്രങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴേക്കും പ്രസന്നചന്ദ്രൻ വാതിൽ കടന്ന് അകത്തേക്ക് വന്നു. തൻ്റെ ഫോണിലെ ടച്ച് സ്ക്രീനിൽ വിനയൻ്റെ വിരലുകൾ തിടുക്കത്തിൽ ചലിക്കുന്നത് കണ്ട് പ്രസന്നചന്ദ്രൻ കൈ നീട്ടി. നീ ഇതിൽ എന്ത് ചെയ്യുക? അതിങ്ങത്താ. വലിയേട്ടൻ നെറ്റ് ലൈൻ ഓഫ് ചെയ്തിരിക്കുവാണോ? വിനയൻ മുഖത്ത് നോക്കാതെ ചോദിച്ചു. അല്ല, ലൈൻ ഓണാണല്ലോ. എൻ്റെ ഫോണിൽ നെറ്റ് കിട്ടുന്നില്ല. എനിക്ക് ഇമെയിൽ ഒന്ന് ചെക്ക് ചെയ്യണമായിരുന്നു. എനിക്കൊരു അർജൻറ്റ് കോള് വിളിക്കാനുണ്ട്, വിളിച്ചിട്ട് തരാം. വലിയേട്ടൻ്റെ കയ്യിൽ വേറെ ഫോണുണ്ടല്ലോ, അതിൽ വിളിച്ചുകൂടെ? അത് റേഞ്ച് കാണിക്കുന്നില്ല, നോട്ട് ഇൻ സർവീസ് എന്നൊക്കെ കാണിക്കുന്നു. ഏട്ടന് ധൃതിയാണെങ്കിൽ ഞാനതങ്ങ് തന്നേക്കാം. 1 മിനിറ്റ്. അവൻ്റെ വിരലുകൾ 8-10 സെക്കൻഡുകൾ കൂടി സ്ക്രീനിന് മീതെ ഓടി നടന്നു. അതിനുശേഷം ഫോൺ പ്രസന്നൻ്റെ നേർക്ക് നീട്ടി. നീ ഇതിൽ എന്താ ചെയ്തേ? പ്രസന്നൻ ചോദിച്ചു. ഒന്നും ചെയ്തില്ല. ഗ്യാലറിയിൽ നിന്ന് തിരിച്ച് ഡിസ്പ്ലേയിലേക്ക് പോന്നു. ചിറ്റേ, അവൻ എന്താ ചെയ്തത്? പ്രസന്നന് സംശയം തീർന്നില്ല. കുറേ ഫോട്ടോസ് എന്നെ കാണിച്ചു, വേറൊന്നും ചെയ്തില്ല. പ്രസന്നചന്ദ്രൻ അവനെ ഒന്ന് നോക്കിയിട്ട് ഫോണുമായി മുറിവിട്ട് ഇറങ്ങിപ്പോയി. നിന്റെ കൂട്ടുകാരൻ എന്താ ഫോണിൽ വിളിച്ചു പറഞ്ഞത്? അംബികച്ചിറ്റ ചോദിച്ചു. അവർക്ക് വലിയേട്ടനെ ഭയങ്കര സംശയമാ. എന്ത് സംശയം? വലിയേട്ടൻ അനുവിനെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് ഫംഗ്ഷനിൽ വെച്ച് അനൗൺസ് ചെയ്തതും അവരെ വീട്ടിൽ നിന്ന് മാറ്റി താമസിപ്പിച്ചതും അവരുടെ വീട് ഇടിച്ചു കളഞ്ഞതും എല്ലാം പ്രീ പ്ലാൻഡ് ആയിരുന്നോന്ന് അവരുടെ സംശയം. ഞാൻ അവരോട് തർക്കിച്ചു. എന്നെ തടയാൻ വേണ്ടി പ്രപ്പോസ് ചെയ്യുന്നെങ്കിൽ സംശയിക്കാം. ഒരു ലോറി ഡ്രൈവറുടെ മകളെ ഉറവയ്ക്കൽ തറവാട്ടിൽ കയറ്റാതിരിക്കാനുള്ള മുൻകരുതലുകളാണെന്ന്. എന്നെ തടഞ്ഞിട്ട് വലിയേട്ടൻ അനുവിനെ കല്യാണം കഴിക്കുമ്പോൾ ആ സംശയത്തിന് യാതൊരു സാധ്യതയുമില്ലല്ലോ. അത് ഞാൻ പറഞ്ഞപ്പോൾ ആർക്കും ഒന്നും പറയാനില്ല. ചിറ്റയ്ക്ക് എന്ത് തോന്നുന്നു? അംബികച്ചിറ്റ ആത്മനിന്ദയോടെ അല്പസമയം മൗനമായിരുന്നു. എന്നിട്ട് പറഞ്ഞു. നീ പറഞ്ഞതാ ശരി. ഇപ്പോൾ ഫോട്ടോയുടെ കാര്യം എന്താ അവർ ചോദിച്ചത്? കുമരകത്ത് വെച്ചെടുത്ത ഫോട്ടോഗ്രാഫ്സ് ഇല്ലേ വലിയേട്ടനും അനുവും ഒന്നിച്ചുള്ളത്? അതിലെന്തെങ്കിലും മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടോയെന്ന് ജിജോയ്ക്കൊരു ഡൗട്ട്. അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുള്ളതായി നിനക്ക് തോന്നിയോ വിനുക്കുട്ട? ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്തു. സംശയിക്കാൻ തക്കതായിട്ടൊന്നും കണ്ടില്ല. ജിജോ അതെല്ലാം
സെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നീ സെൻഡ് ചെയ്തോ? ആ, അതിന് സമയം കിട്ടിയോ? പ്രസന്നൻ അപ്പോഴേക്കും വന്നില്ലേ? ഫോണും വാങ്ങിച്ചില്ലേ? കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് ഞാനത് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തു. പ്രസന്നൻ അത് കണ്ടാൽ മനസ്സിലാവില്ലേ? ഓ ഇല്ല, മനസ്സിലായാലെന്താ? കള്ളത്തരമൊന്നും അല്ലല്ലോ ഞാൻ കാണിച്ചത്. നിന്റെ കൂട്ടുകാർ പരിശോധിച്ചാൽ എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ? അതിൽ സംശയിക്കേണ്ടതായ ഒന്നുമില്ല ചിറ്റേ. പിന്നെ അവരുടെ സംശയം തീരട്ടെ. ഇനി അതെല്ലാം മനസ്സിൽ നിന്ന് കള വിനുക്കുട്ടാ. നിന്റെ ഉള്ളിലേക്ക് ഇന്നലെ വന്നു കയറിയ ഒരു പെണ്ണ്. നിന്റെ ജീവിതത്തിലെ 24 വർഷക്കാലവും നീ അവളുടെ പേര് പോലും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അത്രയ്ക്കുള്ള ബന്ധമല്ലേ ഉള്ളൂ. പ്രാണൻ ഉരുക്കിക്കൊടുത്ത് സ്നേഹിച്ച എത്രയോ പേര് ഒന്നിക്കാൻ പറ്റാതെ വേർതിരിഞ്ഞു പോകുന്നു. മരിച്ചു പിരിയുന്നവരില്ലേ? ഒരു നാളും പിരിയില്ലെന്ന് കൈകോർത്ത് പ്രഖ്യാപിച്ച എത്രയോ പേർ വിവാഹശേഷം അടിച്ചു പിരിയുന്നു. വിനയൻ അംബിക ചിറ്റിയുടെ മുഖത്ത് നോക്കാതെ കേട്ടുനിന്നു. നോവൽ നാളെ തുടരും.